കായംകുളം ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞം സമാപിച്ചു. ഇതിനോടനുബന്ധിച്ച് അവഭൃത സ്നാന ഘോഷയാത്ര നടത്തി. കായംകുളം ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് സമാപനമായി. അവഭൃത സ്നാന ഘോഷയാത്രയോടുകൂടിയാണ് യജ്ഞം സമാപിച്ചത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് അവസാന ദിവസത്തെ ചടങ്ങുകൾ ആരംഭിച്ചത്. ഹരിനാമ കീർത്തന ജപം, നവഗ്രഹ സ്തോത്ര ജപം, ഗ്രന്ഥ നമസ്കാരം, വിഷ്ണു സഹസ്രനാമ ജപം, ലളിതാ സഹസ്രനാമ ജപം, സപ്തമാതൃപൂജ, ദേവി ഭാഗവത പാരായണം എന്നിവ നടന്നു. താലപ്പൊലി, മുത്തുകുട, വാദ്യഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ദേവിയെ യജ്ഞശാലയിൽ നിന്നും ആനയിച്ച് പുതുക്കുളങ്ങര ക്ഷേത്രത്തിൽ സ്നാനം നടത്തി തിരികെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് യജ്ഞാചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽ, ക്ഷേത്രതന്ത്രി നീലമന ഇല്ലം പ്രശാന്ത് ജി നമ്പൂതിരി, മേൽശാന്തി നീലകണ്ഠ അയ്യർ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പതിവുപോലെ യജ്ഞശാലയിലെ ദീപാരാധന കഴിഞ്ഞ് എല്ലാ ദിവസവും അവിടുത്തെ കഴിഞ്ഞായിരുന്നു ഇവിടെ. ഇന്ന് ഇവിടുത്തെ കഴിഞ്ഞാണ് അവിടെ വെച്ച ആ ചടങ്ങ് പൂർത്തീകരിക്കുകയാണ്. പൗർണമി സംഘത്തിന്റെ ഭാരവാഹികളും ഈ ക്ഷേത്ര ഭരണസമിതിയും അവരുടെ സന്ദേശം അറിഞ്ഞ് സഹകരിക്കുവാൻ ഈ പ്രദേശത്തെ ജാതി, മത, വർഗ, വർണ്ണ, കക്ഷി, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹകരിച്ചതിന്റെ അനുഗ്രഹമാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് സൂര്യനെ കണ്ട സ്ഥാനത്ത് നമുക്ക് രാത്രി 10 മണിക്കും ആകാശത്ത് ചന്ദ്രനെ കാണാൻ സാധിച്ചത്. ഇന്നൊരു മുസ്ലിം പെൺകുട്ടിയും വിദ്യാരംഭത്തിന് ഇവിടെ പങ്കെടുത്തു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അത്യധികം സന്തോഷമുണ്ട്. വാർത്താ മാധ്യമങ്ങളിൽ വളരെ പ്രചാരം സിദ്ധിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുസ്ലിം ഡോക്ടറാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടറോടൊപ്പം ഞങ്ങളോടൊപ്പം ഇരുന്ന് വിദ്യാരംഭം കുറിച്ചത്. അക്ഷരം തിളങ്ങാനും സംസാരിക്കുന്നത് വിളങ്ങാനും സ്വർണം കൊണ്ട് നാവിലും കൈകൾ കൊണ്ട് അരിയിലും എഴുതുന്ന പാരമ്പര്യത്തിന് എന്ത് ജാതി, എന്ത് മതം, എന്ത് കക്ഷി, എന്ത് രാഷ്ട്രീയം എന്ന് ചിന്തിക്കാൻ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് സാധിക്കണം. അടുത്ത നവാഹയജ്ഞവും മറ്റൊരാൾ വന്ന് വായിച്ച് വിശകലനം ചെയ്ത് മംഗളകരമാക്കുമ്പോൾ നമുക്കെല്ലാം കുടുംബസഹിതം അതിൽ സംബന്ധിക്കുവാനുള്ള അനുവാദവും അവസരവും അനുഗ്രഹവും നൽകണമേ എന്ന് നമുക്ക് ദീപാരാധന സമയത്ത് പ്രാർത്ഥിക്കാം. ഇത്രയും നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന താലപ്പൊലിയുമായി വന്ന് ഇവിടെ ഇരുന്ന് ഒന്ന് വിശ്രമിച്ച ഈ അക്ഷരപൂജയും കഴിഞ്ഞ് അമ്മയുടെ നടയിൽ വെച്ച് ഇത് പൂർണ്ണമാവുന്നു. ദീപാരാധന കഴിഞ്ഞ് ആ ബാക്കി ചടങ്ങുകളെല്ലാം അവിടെ അമ്മയുടെ മുന്നിൽ നടക്കുന്നു. ഇതൊരു താൽക്കാലിക ഷെഡാണ്, അതൊരിക്കലും പൊളിക്കാൻ കഴിയാത്ത ഒരു മഹാസ്ഥാനമാണ്. ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും ലഭിക്കാനും
ബാല്യമരണങ്ങൾ അകപ്പെടാതെ, വൈധവ്യ ദുഃഖം വനിതമാർക്ക് വരാതെ, ഭാര്യാവിയോഗം പുരുഷന്മാർക്ക് വരാതെ മക്കളെ അമ്മയും അച്ഛനും അനുഗ്രഹിക്കുന്നവണ്ണം ചേരാവള്ളി ഭഗവതിയും ഭഗവാനും ഗുരു പരമ്പരയും ദേവയക്ഷ കിന്നര ഗന്ധർവ വിദ്യാധര കിംപുരുഷന്മാരും നവഗ്രഹങ്ങളും നമ്മുടെ ദേശത്തെ എല്ലാ ദേവതകളും. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ എസ് സുമേഷ് കുമാർ, ആർ പുഷ്പദാസ്, കെ ശശിധരൻ, സി രാജു, എൻ കൃഷ്ണൻ നായർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.